നമസ്കാരം. ഓരോ ദിവസവും വളരെ വ്യത്യസ്തമായ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഒരു ബഹളവും ഇല്ലാതെ വളരെ ശാന്തമായി സമാധാനമായി ഭാരതത്തിലെ ആത്മീയ രംഗത്ത് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും ഒത്തിരി ആളുകൾ വരാനുണ്ട് നമുക്ക് പ്രേക്ഷകരായി. ഞങ്ങളുടെ തന്നെ സുഭാഷിതം, ഗ്ലോബൽ മലയാളി ന്യൂസ് എന്ന് 2 ചാനലുണ്ട്. അതിനകത്ത് വളരെ പോപ്പുലറാണ് ചാനലുകൾ. നിങ്ങൾക്കതും കാണാം. പക്ഷെ അത് സ്പിരിച്വൽ ചാനലല്ല, ഇതാണ് പക്ക സ്പിരിച്വൽ ചാനൽ. ഇന്നലെ നമ്മൾ രാമൻ്റെ യാത്രയെക്കുറിച്ചാണ് ചർച്ച ചെയ്തതെങ്കിൽ ഇന്ന് നമ്മൾ അർജുനനെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നത്. മഹാഭാരതത്തിലെ കുരുക്ഷേത്ര യുദ്ധം തുടങ്ങി ആ യുദ്ധത്തിൻ്റെ അവസാനം വരെ വരുന്ന കുറച്ച് ഭാഗം ഒരു 18 അധ്യായം എടുത്തുകൊണ്ട് വളരെ കൃത്യമായി ഭഗവത്ഗീത എന്ന പേരിൽ പുറത്തു വന്നിട്ടുണ്ട്. കൃഷ്ണൻ്റെ ഗീത, ഭഗവത്ഗീത, ഭഗവാന്റെ ഗീത, ഭഗവാന്റെ പറയിച്ചിലുകൾ എന്നോ അല്ലെങ്കിൽ ഗീതാഭാഷണമെന്നോ ഭഗവാന്റെ ചൊല്ലലെന്നോ എന്ത് വേണോ പറയാം. ഭഗവാൻ കൃഷ്ണൻ എന്ന് പറയുന്നത് ധർമ്മവും സത്യവും, ധർമ്മം എന്ന് പറയുന്നത് നീതി, ധർമ്മം എന്ന് പറയുന്നത് എല്ലാം കൂടെ വരുന്നതാണ്. നീതിയും സത്യവും പ്രചരിപ്പിക്കുന്നതിനും ബോധ്യപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു രൂപം അല്ലെങ്കിൽ ഒരു ബിംബം അല്ലെങ്കിൽ ഒരു തയ്യാറെടുപ്പ് അല്ലെങ്കിൽ ഒരു ഘടകമാണ് കൃഷ്ണൻ എന്ന് പറയാനുള്ളത്. ദൈവം എന്ന് ആരാധിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട്. ഗുരുവായൂരൊക്കെ കൃഷ്ണൻ്റെ ലീലാവിലാസങ്ങളൊക്കെ അത് കുട്ടിക്കൃഷ്ണനാണ് കണക്കാക്കിയിരിക്കുന്നത്, മുതിർന്ന കൃഷ്ണനല്ല, ഉണ്ണിക്കണ്ണനായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. മുതിർന്ന കൃഷ്ണൻ വേറെയാണ്, വേറെ എന്ന് പറയാൻ അത് മുതിർന്നതാണ്. എന്തായാലും കൃഷ്ണൻ്റെ ലീലാവിലാസങ്ങൾ പറയാനല്ല ഉദ്ദേശിക്കുന്നത്. ഭഗവാൻ കൃഷ്ണൻ അർജുന വിഷാദ യോഗം മുതൽ തുടങ്ങി, അതായത് മഹാഭാരത യുദ്ധം നടക്കുമ്പോൾ കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ ആരംഭത്തിൽ തന്നെ കുരുക്ഷേത്രത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് അർജുനൻ കൃഷ്ണനോട് പറയുന്നത്, ഇതെല്ലാ ബന്ധുമിത്രാദികളും, മാതുലന്മാരും അമ്മാവന്മാരും എൻ്റെ ബന്ധുമിത്രാദികളും പിതൃതുല്യരും ആയിട്ടുള്ള 100,000 ആളുകൾ അപ്പുറത്ത് നിൽക്കുന്നു. ഇവർ 5 പേരേ ഉള്ളൂ, പഞ്ചപാണ്ഡവർ 5 പേരേ ഉള്ളൂ. ഭൂരിപക്ഷവും അപ്പുറത്താണ് നിൽക്കുന്നത്. ഇവിടെ നകുലനും സഹദേവനും ഭീമനും ധർമ്മപുത്രരും അതുപോലെ അർജുനനും എന്ന് പറഞ്ഞ 5 ആളുകളേ ഉള്ളൂ. കൃഷ്ണൻ കൂടെ ഉണ്ട് എന്നുള്ളൊരു ബലമുണ്ട്. കൃഷ്ണൻ എന്നതൊരു സത്യം ആണ് എന്നുള്ള കറക്റ്റിലെടുത്താൽ, അല്ലെങ്കിൽ നീതിയാണ് എന്നുള്ള രൂപത്തിലെടുത്താൽ നീതി കൂടെയുണ്ട്, സത്യവും കൂടെയുണ്ട്, സത്യവും നീതിയും കൂടെയുണ്ട്. അപ്പുറത്ത് അസത്യവും അനീതിയുമായിട്ടുള്ള ആളുകളാണ്. പക്ഷേ 100 കണക്കിന് പ്രഗത്ഭരാണ്. ശകുനിയും ദ്രോണാചാര്യരും അടക്കമുള്ള, കർണനും ഒക്കെ അടക്കമുള്ള വലിയ പ്രഗത്ഭരുടെ നിരയാണ് അപ്പുറത്തുള്ളത്. ചൂത് കളിച്ച് തോൽപ്പിക്കാൻ പറ്റിയ രൂപത്തിലായാലും ശകുനിയൊക്കെ അങ്ങനെയാണല്ലോ ചെയ്തത്. അതുപോലെ തന്നെ പാഞ്ചാലി വസ്ത്രാഭിഷേകം ചെയ്യാനുള്ള കഴിവുള്ളവരായാലും വളരെ വലിയ ഒരു ടീമാണ് അപ്പുറത്തുള്ളത്. പക്ഷെ അവരെല്ലാം ബന്ധുമിത്രാദികളുമാണ്. അപ്പോൾ അർജുനൻ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അർജുനൻ പറയുന്നുണ്ട്, എനിക്ക് കഴിയില്ല യുദ്ധം ചെയ്യാൻ, ഞാൻ വില്ല് താഴെ വയ്ക്കുകയാണ്, ഒരു കാരണവശാലും ഞാൻ യുദ്ധം ചെയ്യുന്ന പ്രശ്നമില്ല. അപ്പോഴാണ് ജ്ഞാനയോഗവും ഭക്തിയോഗവും കർമ്മയോഗവും ഒക്കെ ഉൾപ്പെടെയുള്ള മനുഷ്യജന്മത്തിൻ്റെ പൂർണ്ണതയിലേക്കുള്ള യാത്രയിൽ മനുഷ്യർ എന്തൊക്കെ ചെയ്യണം, എന്തുകൊണ്ട് അർജുനൻ യുദ്ധം ചെയ്യണം, വില്ല് കുലയ്ക്കണം എന്ന് പറയുന്ന കുറേ രസകരമായ മനോഹരമായ സൗന്ദര്യമുള്ള ഭാഗങ്ങളുണ്ട്. ഒരു മനുഷ്യൻ ഭൂമിയിൽ വന്നത് അവൻ്റെ കർമ്മങ്ങൾ ചെയ്യുവാനാണ്, സത്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു യോദ്ധാവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സത്കർമ്മം എന്ന് പറയുന്നത് നീതിക്ക് വേണ്ടി പോരാടുക എന്നുള്ളതാണ്. അപ്പോൾ അർജുനൻ എന്ന സത്യം അതും ഒരു ബോധമാണ്. നമ്മുടെ അർജുനൻ എന്ന സത്യത്തിൻ്റെ ബോധം അപ്പുറത്ത് നിൽക്കുന്ന
കൗരവാദികളായിട്ടുള്ള മിഥ്യയുടെയും അല്ലെങ്കിൽ കൗരവാദികളായിട്ടുള്ള അസത്യത്തിൻ്റെയും അർത്ഥസത്യത്തിൻ്റെയും അസുരന്മാരുടെയും വിഭാഗത്തിൽപ്പെട്ടവരെ തകർക്കേണ്ടത്, നശിപ്പിക്കേണ്ടത്, ഈ ദേവാസുര യുദ്ധത്തിൽ ദേവന്മാരെ ജയിപ്പിച്ചെടുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ കാണുന്നത്. അർജുനൻ്റെ കൃഷ്ണൻ്റെ ഉപദേശമെന്ന് വേണമെങ്കിൽ പറയാം, നിർദ്ദേശങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. അതിൽ അർജുനനോട് പറയുന്നത് മരണം എന്ന് പറയുന്നത് ഷർട്ട് മാറുമ്പോഴാണ്. മരണമെന്ന് പറയുന്നത് ശരീരം മാത്രമല്ല, ആത്മാവും ജീവനും ഒക്കെ ഉണ്ട്. ആത്മാവും ജീവനും ശരീരം വിട്ട് പോകുന്നതാണ്. ശരീരം ക്ഷയിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഏതൊരു വസ്തുവായാലും, ശരീരമെന്നല്ല ഏതൊരു വസ്തുവായാലും അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്, ഒരു എക്സ്പയറി പീരീഡ് ഉണ്ട്. അത് കഴിഞ്ഞാൽ അത് മാറിക്കൊടുത്തേ കഴിയൂ, പുതിയത് വന്നേ കഴിയൂ, പുതിയ രൂപത്തിലേക്ക് മാറിയേ കഴിയൂ. അങ്ങനെ പുതിയ രൂപത്തിലേക്ക് മാറുമ്പോൾ ഒരു ഷർട്ട് മാറ്റം പോലെ, അല്ലെങ്കിൽ ഒരു ഇല്ലായ്മ പോലെ, ഒന്ന് പോയിട്ട് അടുത്തത് വരുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു മാറ്റം മാത്രമാണ് മരണം. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയാൻ കഴിയില്ല. 10, 80, 100 വർഷമൊക്കെ, അല്ലെങ്കിൽ 10, 90 വർഷമൊക്കെ നമ്മളെ കൂടെ ജീവിച്ചിരുന്നിട്ട് മരിക്കുന്ന ആളിനും ദുഃഖമുണ്ട്, ഒരാളും മരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. കൂടെ ബന്ധുമിത്രാദികൾക്കും ദുഃഖമുണ്ട്. കാരണം നമ്മളെ കൂടെയുള്ളൊരു ശക്തനായ, ഇപ്പം അച്ഛൻ മരിച്ചാൽ മക്കൾക്ക് അതിൻ്റെ ബലം പ്രശ്നമാണ്. ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്ക് അതിൻ്റെ പ്രശ്നമുണ്ട്, ഭാര്യ മരിച്ചാൽ ഭർത്താവിന് അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. നമ്മളില്ല എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. വളരെ വലുതാണത്, ചെറുതല്ല. നമുക്ക് പറയാൻ എളുപ്പമാണ്. പക്ഷേ ഭഗവാൻ കൃഷ്ണൻ പറയുന്നതും ഇന്ത്യൻ സ്പിരിച്വാലിറ്റി പറയുന്നതും കുറച്ചുകൂടെ ഉയർന്ന തലത്തിലാണ് ഈ കാര്യങ്ങളെ കാണുന്നത്. മനുഷ്യൻ്റെ ബോധനിലവാരത്തിൽ, മനുഷ്യൻ്റെ ചിന്തയിൽ, മനുഷ്യൻ്റെ ഉന്മയിൽ, മനുഷ്യൻ്റെ സ്വത്വത്തിൽ ഈ പറഞ്ഞ ഘടകങ്ങളുണ്ടെന്നും അവിടെ മരണമെന്ന് പറയുന്നതിനെക്കുറിച്ചൊരു കൃത്യമായൊരു ബോധ്യം നമുക്കുണ്ടാകണമെന്നും, മരണമെന്ന് പറയുന്നത് ഞാൻ സൂചിപ്പിച്ച പോലെ സർവത്ര അങ്ങ് നശിച്ചു പോയി ഇനിയില്ല എന്നുള്ള രീതിയിലല്ല, പുതിയ ജന്മങ്ങൾ എടുക്കും. അത് പണ്ടുള്ള ആളുകൾ പറയാറുണ്ട്, മുത്തശ്ശിമാരൊക്കെ പറയാറുണ്ട്, അമ്മമാരുമൊക്കെ പറയാറുണ്ട്. പുല്ലായും പുഴുവായും പട്ടിയായും പാമ്പായും വിവിധ തരത്തിലായിരിക്കും ജനിക്കുക എന്നുള്ളത്. അത് നമുക്കറിയാൻ കഴിയില്ല. അപ്പോൾ പുനർജന്മത്തെക്കുറിച്ച് പറയുന്നു. മരണം എന്ന് പറയുന്നത് അങ്ങനെയൊന്നില്ല, ആത്യന്തികമായി മരണമില്ല എന്നാണ് കൃഷ്ണൻ പറയുന്നത് അർജുനനോട്. അതുകൊണ്ട് തന്നെ നീ നിൻ്റെ കർമ്മം, നിൻ്റെ ജോലി, നീ ഇപ്പോൾ വന്നിരിക്കുന്നൊരു ഡ്യൂട്ടിയുണ്ട്. ഇപ്പം നിൻ്റെ ശരീരം കടന്നിരിക്കുന്നൊരു ആത്മാവും മനസ്സുമൊക്കെ ഉണ്ട്. അത് കയറിയിരിക്കാൻ, നിൻ്റെ ശരീരത്തിൽ കയറിയിരിക്കാൻ പറ്റുന്നതാണ് അത് കയറിയിരുന്നിരിക്കുന്നത്. അതിനൊരു കടമയുണ്ട്. ആ കടമയെന്ന് പറഞ്ഞാൽ അനീതിക്കെതിരെ, അധർമ്മത്തിനെതിരെ, അസത്യത്തിനെതിരെ യുദ്ധം ചെയ്യുക എന്നത് മാത്രമാണ്. അത് നിൻ്റെ കർമ്മവുമാണ്. നീ അത് ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അങ്ങനെ ഉദ്ബോധിപ്പിക്കുമ്പോഴാണ് അർജുനൻ വീണ്ടും വില്ല് കുലയ്ക്കാൻ തീരുമാനിക്കുന്നത്. ഇവിടെ നമ്മൾ പഠിക്കേണ്ടുന്ന പാഠം കൃഷ്ണൻ പറഞ്ഞെന്നോ, അർജുനൻ വില്ല് കൊലച്ചെന്നോ, അർജുനൻ അതിനു മുമ്പേ അമ്മാവന്മാരൊക്കെ അവിടെ നിൽക്കുന്നെന്ന് പറഞ്ഞതല്ല. അതിൻ്റെ വാച്യാർത്ഥം, വ്യംഗ്യാർത്ഥം എന്താണ്? തൻ്റെ കർത്തവ്യബോധം, തൻ്റെ കടമ, തൻ്റെ ഉത്തരവാദിത്വം ഓരോരുത്തരും തിരിച്ചറിയണം എന്നുള്ളതാണ്. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ഉത്തരവാദിത്വവും കടമയും അവരവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുമൊക്കെ തിരിച്ചറിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത്, എന്താണ് നമ്മുടെ കർമ്മമണ്ഡലം, ഏത് കർമ്മമാണ് നാം ചെയ്യേണ്ടത്, ഇതിനെ സംബന്ധിച്ച് നല്ലൊരു ധാരണ നമുക്കുണ്ടായി വരും. ഇതുണ്ടായി വരുമ്പോഴാണ് മനുഷ്യർക്ക്
മനുഷ്യ എന്നുള്ള ഒരു സങ്കല്പത്തിൽ നിന്നുകൊണ്ട് മാറി മാനവരായി കുറച്ചുകൂടി ഉയർന്ന തലത്തിലേക്ക് മനുഷ്യർ മാറുന്നത്. മരണത്തെ ഭയമാണ് എല്ലാവർക്കും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. പക്ഷേ ഭയമായിരിക്കുമ്പോഴും മരണം എന്നത് ഒരവസാന വാക്കല്ല. തൽക്കാലം ഇവിടെ നിന്ന് പോകുന്നതാണ്. പോയതിനേക്കാൾ ശക്തിയോടുകൂടി വിവിധ രൂപത്തിൽ ഭാവത്തിൽ വീണ്ടും തിരിച്ചു വരും. അതുകൊണ്ട് തന്നെ ഭയക്കരുത് മരണത്തെ എന്നാണ് ഇന്ത്യയിൽ ആത്മീയ ചിന്തയിൽ പറയുന്നത്. അത് പുനർജന്മത്തിൻ്റെ രൂപത്തിലായാലും പക്ഷിമൃഗാദികളുടെ രൂപത്തിൽ ജനിക്കുന്നതായാലും സസ്യലതാദികളുടെ രൂപത്തിൽ ജനിക്കുന്നതായാലും പുല്ല് മുതൽ പൂനാര വരെയുള്ള ജന്മമായാലും പുഴു മുതൽ പാമ്പുകൾ വരെയുള്ള ജന്മമായാലും അങ്ങനെ ജന്മങ്ങൾ എടുക്കും മനുഷ്യർ എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ മനുഷ്യർ മരണത്തെ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല, അതുമായി സമരസപ്പെടുകയാണ് ചെയ്യേണ്ടത്. ആ യാഥാർത്ഥ്യത്തിലേക്ക് താൻ എന്ന് പറയുന്നത് കേവലം ഈ ശരീരം മാത്രമല്ല, അങ്ങനെ ശരീരമായിട്ടിരിക്കുമ്പോൾ അതിനുള്ളിലുള്ളൊരു മനസ്സ് മാത്രമല്ല, ഈ മനസ്സും ശരീരവും ആത്മാവും ഒക്കെ ചേരുന്ന ഒരു കൺസെപ്റ്റാണ്, അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടാണ് ഭാരതത്തിലുള്ളത്. അതിൽ ജീവനും ആത്മാവുമാണ് മരിച്ചു പോകുമ്പോൾ പുറത്തു പോകുന്നത്. ശരീരമുണ്ടെങ്കിൽ മാത്രമേ ജീവനും ആത്മാവിനും ഇരിക്കാൻ പറ്റുകയുള്ളൂ. ശരീരമില്ലെങ്കിൽ അങ്ങനെ ഒരു ബോധ്യത്തിന് പ്രസക്തിയില്ല. അതും ബോധമുള്ള മനസ്സുകളായിരിക്കണം. അൾഷിമേഴ്സ് പോലുള്ള അസുഖങ്ങൾ വരിക, അല്ലെങ്കിൽ കൃത്യമായ മറവി രോഗമൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, അംഗപരിമിതക്കാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ചിന്തിക്കാൻ കഴിയണമെന്നില്ല. അപ്പോൾ ബോധ മനസ്സിൽ മനുഷ്യൻ്റെ ബോധചിന്തയിൽ കൃത്യമായി ഈ ആത്മാവും ജീവനുമൊക്കെ ഉണ്ട്. മറ്റുള്ളവർക്കും ഉണ്ട്, പക്ഷെ അത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പം അംഗപരിമിതമുള്ളവർക്ക് അല്ലെങ്കിൽ മാനസിക വൈകല്യമുള്ളവർക്ക് ആത്മാവില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ അവർക്കത് തിരിച്ചറിയണം എന്നില്ല. തിരിച്ചറിയുന്നത് ബോധമുള്ള മനസ്സിന് ഉടമകൾക്കാണ്. അത് ആ ശരീരം നശിച്ചാലും ഈ ആത്മാവ് അനശ്വരമായി നിൽക്കും. അതിനൊരു തുടക്കമില്ല, ഒരു ഒടുക്കമില്ല, അതിനൊരു സ്ഥാപകനില്ല, എവിടെ നിന്ന് ആരംഭിച്ചു എന്നറിയില്ല, എവിടെ അവസാനിക്കുമെന്നും അറിയില്ല. രൂപമില്ല, ഭാവമില്ല, നിറമില്ല. നമ്മൾ ഈ സാധാരണ കാണുന്ന ഒരു ഡെക്കറേഷനും ഇല്ലാത്ത ഒന്നാണ് ആത്മാവ്. അതുണ്ട് എന്നാണ് കൃഷ്ണൻ അർജുനനോട് പറയുന്നത്. അർജുന, നീ ആത്മാവിൻ്റെ സംതൃപ്തിക്ക് വേണ്ടി, അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി നീ യുദ്ധം ചെയ്തേ കഴിയൂ. കാരണം നീ ഇവിടെ വന്നിരിക്കുന്നത് ക്ഷത്രിയനായിട്ടാണ്. ക്ഷത്രിയനായിട്ട് വന്ന നിൻ്റെ ജോലി യുദ്ധം ചെയ്യലാണ്. അതിനാണ് നീ ആയോധന കലകൾ പഠിച്ചത്. അമ്പും വില്ലും കുലയ്ക്കാൻ നീ നന്നായി പഠിച്ചിട്ടുണ്ട്. അത് അറിയുകയും ചെയ്യാം നിനക്ക്. അതുകൊണ്ട് അതറിയുന്ന ഒരാൾ ആ കർമ്മത്തിൽ നിന്ന് മാറാൻ പാടില്ല. നീ നിൻ്റെ കർമ്മം വളരെ കൃത്യമായി നിർവഹിക്കണം. ഇതിലൂടെ നമുക്ക് കിട്ടുന്ന സന്ദേശം, കൃഷ്ണൻ എന്നതൊരു മോട്ടിവേറ്ററാണ്, അല്ലെങ്കിൽ കൃഷ്ണൻ എന്നതൊരു സത്യമാണ്. ആ സത്യം നമ്മളോട് മറ്റൊരു സത്യം പറഞ്ഞു തരുന്നു. നിങ്ങളെല്ലാവരും ഈ ഭൂമിയിൽ വന്നത് കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ആക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ആക്ഷൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ശരീരത്തിന് കുറവ് വരുമ്പോൾ, അസുഖങ്ങൾ വരുമ്പോൾ, ശരീരം ഒന്ന് ചലനം മാറ്റിയാൽ, അല്ലെങ്കിൽ അതിൻ്റെ രൂപമൊക്കെ ഒന്ന് മാറുമ്പോൾ ധാരാളം അസുഖങ്ങൾ വരും. അങ്ങനെ ശരീരം നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പം നശ്വരമായ ഈ ശരീരത്തിൽ അനശ്വരമായ ജീവനുണ്ട്, അതിനേക്കാൾ അനശ്വരമായ ആത്മാവുണ്ട്. അപ്പോൾ ഇതാണ് വളരെ കൃത്യമായി പറയുന്ന ഒരു ഭാഗം.
നിരവധി കാര്യങ്ങൾ അർജുനൻ കൃഷ്ണനോട് പറയുന്നുണ്ട്. 18 അധ്യായങ്ങളിലായി 18 കാര്യങ്ങൾ, 18 18 കോർ സബ്ജക്റ്റും പിന്നെ അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള നിരവധി കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ അത് പറയുമ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് മരണത്തെ പറയുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ആരും തന്നെ മരണത്തെ ആ രീതിയിൽ കാണേണ്ട കാര്യമില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഭാരതീയ തത്വചിന്ത ലോകത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു മൂല്യം എന്ന് പറയുന്നത് ഈ മനുഷ്യജന്മവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്, മരണവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്, പുനർജന്മവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. മറ്റൊരുപാട് മതങ്ങളിൽ നിന്നും, സെമറ്റിക് മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. സെമറ്റിക് മതങ്ങളിൽ ക്രിസ്ത്യൻ മതമായാൽ സ്വർഗത്തിൽ പോകുന്ന കഥകൾ, അല്ലെങ്കിൽ നരകത്തിൽ പോകുന്ന കഥകൾ. മുസ്ലിംസിലാണെങ്കിൽ ഹൂറിമാർ ഒക്കെ കിട്ടുന്ന സ്വർഗത്തിലേക്കാണ് പോകുന്നത്, മദ്യവും ഹൂറിമാരും അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്വർഗത്തിലേക്കാണ് നബി തിരുമേനി പറയുന്നത്. അങ്ങനെ ഒരു സ്വർഗത്തെക്കുറിച്ചാണ്. അങ്ങനെ ഒരു സ്വർഗം ഇവിടെ പറയുന്നില്ല. ഇവിടുത്തെ സ്വർഗം ഈ ഭൂമിയിൽ തന്നെയാണ്. നിരവധി ജന്മങ്ങൾ എടുത്തുകൊണ്ട് കഷ്ടപ്പാടുകളും നന്മയും എല്ലാം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ തന്നെയാണ് സ്വർഗം. അതുകൊണ്ട് പുനർജന്മമുണ്ട്, വീണ്ടും ജനിക്കുന്നുണ്ട്. ആ കാഴ്ചപ്പാട് ഇന്ത്യയിൽ നിൽക്കുന്നത് കൊണ്ട് ഒരു കാരണവശാലും ദുഃഖിക്കേണ്ട കാര്യമില്ല. ഡു യുവർ ഡ്യൂട്ടി. നിനക്ക് ചെയ്യാനുള്ളത്, നിൻ്റെ ചുമതലയിൽപ്പെട്ടത്, അതിൻ്റെ ശരി തെറ്റുകൾ ന്യായാന്യായങ്ങൾ നോക്കാതെ ചെയ്യണം എന്നാണ് കൃഷ്ണൻ അർജുനനോട് ആത്യന്തികമായി പറഞ്ഞു വെക്കുന്നത്. 18 അധ്യായങ്ങളിലും 18 വിഷയങ്ങളാണ് ഉള്ളത്. പക്ഷേ അതിൻ്റെ ഒരു അന്തസത്ത ഇതാണ്. ഇതെല്ലാം മനസ്സിലാക്കി കേട്ട കൃഷ്ണൻ അർജുനനോട് പറയുന്നതോടുകൂടി അർജുനൻ വീണ്ടും വില്ല് കുലയ്ക്കാൻ തുടങ്ങി. അങ്ങനെ മഹാഭാരത യുദ്ധം അതിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടന്നു.